കയ്യിലെ കാശും കൊടുക്കണം നമ്മൾ തന്നെ പൊതിയണം. ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, ഇത് വേണോ? കല്യാണം കഴിഞ്ഞിട്ട് 3 ദിവസമല്ലേ ആയുള്ളൂ. പിച്ചി മോളെന്ത് വിചാരിക്കും? സജീവനെ കാണണം ഇപ്പൊ തന്നെ നിർബന്ധം പറഞ്ഞ നീയല്ലേ? അത് ഇതുകൊണ്ട് പോകാനാണ്. അവൻ പോയിട്ട് 2 ദിവസമായില്ലേ, നമ്മളൊന്നും അന്വേഷിക്കണ്ടേ? പിന്നെ അളിയൻ സ്നേഹം. അളിയനല്ലടാ, അവനെനിക്ക് അനിയനെ പോലെയാണ്. സെന്റിമെന്റ്സ് ഒക്കെ അവിടെ നിന്ന് 2 അടിച്ചിട്ട് വണ്ടി വിട്ടെ. ഓ, ജോലിയില്ലാത്ത ദിവസം സജീവനൊരു പണിയായി അല്ലേ? സത്യം പറഞ്ഞ എന്റെ ഭാര്യയും മോളും വളരെ സ്നേഹമുള്ളവരാ. പക്ഷെ ഈ സ്നേഹമൊക്കെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. പക്ഷെ എന്റെ മോൻ റെജി നേരെ തിരിച്ചായിരുന്നു. അവനെ സ്നേഹിക്കുവാനും സ്നേഹം പ്രകടിപ്പിക്കുവാനും ഒക്കെ അറിയാം. ഞാനവനിതേ ഇതുപോലെ ഇരുന്ന് പല വിശേഷങ്ങളും പറയും. ചെറുതൊരെണ്ണം മേടിച്ച് രഹസ്യത്തിലടിക്കും. എല്ലാം തുറന്നു പറയുന്നവനാ. അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എന്നോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ലെന്ന് അവന് തോന്നിക്കാണും. അല്ലാതെന്താ. ഇവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കൊച്ചിനെയാ അവൻ പ്രേമിച്ചത്. എന്നിട്ട് ആ കുട്ടി ആ കൊച്ചിനെ ദൂരെ എവിടേക്കോ കെട്ടിച്ചു വിട്ടു. അവൻ തൂങ്ങിയപ്പോ ആർക്ക് പോയി? ചിലരുടെ ആവശ്യമില്ലാത്ത വാശി. അല്ലാതെന്താ അല്ലേ? അച്ഛൻ്റെ വീട്ടിലൊന്നും പോകാറില്ലേ? സഹോദരങ്ങളൊക്കെ അവരവരുടെ വഴിക്ക് പോയി. പിന്നെ വല്ല കല്യാണത്തിനോ മരിച്ച വീട്ടിലോ വന്നാ കാണും. മുത്തശ്ശിപ്പോഴും ഉണ്ട്. 90 വയസ്സായി. എന്നെ വളർത്തിയത് മുത്തശ്ശിയാ. എല്ലാ മാസവും കോട്ട മേടിക്കാൻ എറണാകുളത്ത് പോകുമ്പോ മുത്തശ്ശിയുടെ അടുത്തിറങ്ങും. അതാണ് ഒരു ആശ്വാസം. ഇപ്പൊ എന്റെ അനുജൻ സുരേന്ദ്രന്റെ കൂടെയാ. അച്ഛനെന്താ ഇവിടെ റേഷൻ കടയിൽ പോകുന്നില്ലേ? മാസത്തിൽ ഒരു തവണ പോയവര് വിജയ്. അടുത്ത ആഴ്ച മണ്ണെണ്ണ വരൂ. എന്റെ അച്ഛ അവിടെ പോയി നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ തിരിച്ചോണ്ടിക്കാതെ പോയി നോക്കാൻ നോക്കും. ഓ, ഞാൻ പോവാം. ഇനി അതും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കാം. അച്ഛനോട് ഞാൻ പോയിട്ട് വരാം. സജീവേട്ടാ ഇവിടെ നിക്ക്. പോയൊന്നും ശീലമില്ലല്ലോ. സജീവേട്ടനെ പോത്തിന് തീറ്റിട്ടാ. ശരിയേ? പിന്നെ പോത്തിന് തീറ്റി നല്ല ശീലാണല്ലോ. അവിടെ ഉണ്ട് സംഭവം. ദാസേട്ടനോ? ഓ ആ ദാസേട്ടാ, നീ ആ പോത്തിന് കെട്ടിട്ട് വാ. വാ, നമുക്ക് അകത്തേക്ക് വരുന്നു. സുനിതേച്ചി പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കണം. വിശേഷം? നിനക്കൊരു പോത്തിന് കിട്ടിയില്ല. രമേശ് ചേട്ടൻ ഭയങ്കര കോമഡി ആണല്ലോ. അങ്ങനെയൊന്നുമില്ല. വാ വാ വാ. ബിജിക്ക് ഇതൊന്നും കുഴപ്പമില്ലല്ല? അയ്യോ, എനിക്കെന്ത് കുഴപ്പം. സജീവേട്ടൻ ഇവിടെ ഒരു കമ്പനി ഇല്ലാതെ ബോറടിച്ചിരിക്കായിരുന്നു. കമ്പനിക്ക് ഗോപിയേട്ടനെ കുട്ടി ഫുള്ള് മാച്ച സുഖമായിട്ട് അടിച്ചൂടെ? ഞാൻ പട്ടാളത്തിൽ ചേർന്നപ്പോഴേ കുടി നിർത്തിയതാ. ഗോപിയേട്ടനെപ്പോഴാ പട്ടാളത്തിൽ ചേർന്നേ? 17-ാം വയസ്സിൽ. അപ്പൊ അതിന് മുന്നേ നല്ല അടിയായിരുന്നു. അവിടെ ഇതൊക്കെ പതിവാണോ ദാസേട്ടാ? അയ്യോ, അങ്ങനെ പതിവൊന്നുമില്ല. വല്ലപ്പോഴും ഒരു സന്തോഷത്തിന്. പക്ഷെ എല്ലാ ദിവസവും സന്തോഷം ഉണ്ടാവുന്ന മാത്രല്ലേ. എന്നാ പിന്നെ ഞാൻ എന്തെങ്കിലും കഴിക്കാനെടുക്കണം. ഒന്നും വേണ്ട മോളെ. ഇല്ല, കുഴപ്പമില്ല ദാസേട്ടാ. എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. എന്തെങ്കിലും ടച്ചിങ്സ് എടുത്താൽ മതി. അച്ചാറ് മാത്രമേ ഉള്ളൂ. മതിയോ? ഇപ്പൊ കൊണ്ടുവരാം. അപ്പൊ ചേഴ്സ്. ഓക്കെ, ചെറിയൊരു സിപ്പ്. വേണ്ട. കുഴപ്പമൊന്നുമില്ലട്ടാ, നീ രക്ഷപ്പെട്ടു. കുഞ്ഞോളി ചേച്ചി. അയ്യോ, ഇവിടെ അല്ല, കുഞ്ഞോളി ചേച്ചി അവിടെ പോയോ? അത്രേ ഉള്ളൂ. അവള് പഞ്ചായത്ത് വരെ പോയതാ. എപ്പോ വേണമെങ്കിലും വരാം. ഇത് മിലിറ്ററിയാണ്. ഒന്നൊഴിക്കട്ടെ. നിങ്ങൾ കഴിക്ക്. എനിക്ക് റേഷൻ കട വരെ ഒന്നും. അതെന്ത് പോകാ ഗോപിട്ടാ? ഇന്നും കൂടെ മണ്ണെണ്ണ കിട്ടൂ. അതുകൊണ്ടാ. നിങ്ങൾ കഴിക്ക്. ഇയാളൊരു മണ്ണെണ്ണയല്ലേ? അച്ഛനൊരു പാവം. ബിജീനെ കെട്ടിയതോടെ അവൻ രക്ഷപ്പെട്ടാ. എന്ത് നല്ല പെരുമാറ്റ. അവളാണ് പെണ്ണ്. ഒരു വീഡിയോ എടുത്ത് വെക്കിണ്ടായിരുന്നു എന്റെ പെണ്ണും വെള്ളം ഒന്ന് കണ്ടുപിടിക്കാൻ. ഇപ്പൊ നിന്റെ ടെൻഷനൊക്കെ മാറിയില്ലേ? കറക്റ്റ് അല്ലേ? എന്തൊരു ടെൻഷൻ പോലെ. സാറേ, അടിച്ചിട്ടില്ല സാറേ. അത് ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങോട്ട് ഊറ, ശരിക്കും ഊറ. അങ്ങോട്ട് ഇറങ്ങി, ഇങ്ങോട്ട് ഇറങ്ങ, ഇറങ്ങി വേടാ. ഹലോ ഹലോ, കാട്ട്. എന്ത് കളിക്കാൻ? എനിക്ക് തരാൻ ഊതാൻ. ഇത് പരിപാടിയാണ്. നിന്നെ വ്യവസ്ഥത വേണേ കാര്യങ്ങൾക്ക്. എന്റെ സാറേ, എല്ലാവർക്കും ഒരുപോലെ. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടുള്ള. എന്നിട്ട് എനിക്ക് ഊതാൻ തന്നിട്ടില്ല. നിനക്കൂതാൻ ഞാൻ തരാൻ വേറെ സാധനം വേണോ? ഏയ്, അത് വേണ്ട. ഒരു ഒത്തുകാരൻ വന്നേക്കണേ. രണ്ടേ പിടിച്ച് വണ്ടി കേട്ടോളൂ. കൂടുതലുള്ള കുഴപ്പമെന്തായിരുന്നോ? അതിന് ഞാനും തൊട്ട് പറഞ്ഞേ. അവിടെ കോഴി കൊണ്ട് കൊടുക്കണ മനസ്സിലായ? നിങ്ങൾക്ക് അവരോട് 2 വർത്താനം പറയാൻ മേലായിരുന്നോ? ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു പതിവില്ല. അറിയാലോ എന്നെ.
ഇരിപ്പ് കണ്ടോ? മദ്യം തലക്കി പിടിച്ച് മത്തായി കാണും. അതിന് ഞാൻ കഴിച്ചില്ല കുഞ്ഞോളെ. ഓ അല്ലേലും മാറ്റിലോട്ടുണ്ട് ആർക്കും തേക്കാൻ. ഓഹോ, അപ്പൊ ഒരു ഫുള്ളാണ് നിങ്ങളുടെ കണക്ക്. ഈ കുടുംബത്തോടൊപ്പം മാത്രം നിൽക്കാനാണ് അവൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുത്തത്. എന്ന് വെച്ചാൽ അവന്റെ ആളുകളെ വിളിച്ചോണ്ട് വന്ന് ഇമാതിരി ഇടപാടൊന്നും ഇവിടെ നടക്കൂല. ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലാതായി. നീ ഒന്ന് നിർത്ത്, സജീവൻ കേൾക്കും. ഓ സജീവൻ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കുടിച്ചിട്ട് ഈ മുറിയിലോട്ട് കേറണ്ട. മദ്യത്തിന്റെ മണം അടിച്ചാൽ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരും. ഞാനതിന് മുറിയിൽ കയറാതിരിക്കുന്ന മാത്രം അതൊന്നും കഴിച്ചിട്ടില്ല. അത് ഞാൻ വിശ്വസിക്കണായിരിക്കും അല്ലേ? ഒന്നും പോണ്ട എന്നെ സജിയേട്ടാ. കൊഞ്ചാ വന്നേക്കാം. കെട്ട വീട്ടുകാരും കെട്ട ആളുകളും. സജിയേട്ടാ മോറങ്ങോട്ട് താഴെങ്ങാനും പോയി കിടക്കാൻ നോക്ക്. ഞാൻ അധികം കുറച്ചല്ലേ കഴിച്ചോളൂ. കുടിച്ചിട്ട് വന്നേക്കുന്നു. ഇതറിഞ്ഞിരുന്നേ കുറച്ചുകൂടി കഴിക്കാറുണ്ട്. കഷ്ടമായി പോയി. അച്ചോ അച്ഛാ എവിടെ? ആ അച്ഛനെ കഴിക്കാണ്ട് തന്നെ പുറത്താക്കിയോ? ഇത് ഇങ്ങനെയൊക്കെ ആകുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. സാറില്ല, പോട്ടെ. അച്ഛൻ്റെ കയ്യില് കോട്ട വല്ല ഇരിപ്പുണ്ടോ? ഉണ്ട്. വാ. ഹലോ, എന്താണ്? സജിയേട്ടാ, നാളെ നമുക്ക് ഒരിടം വരെ പോവാം. വേണ്ട. വേണ്ടെങ്കി വേണ്ട. നിങ്ങളുടെ വീട് വരെ പോയി എനിക്ക് ആ പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. എന്താണ് ബിജി? നാളെ എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടാണ്. നാളെ കഴിഞ്ഞായാലോ? അപ്പൊ എനിക്ക് ജോലിക്ക് പോണ്ടേ? സജിയേട്ടന്റെ തിരക്ക് കഴിഞ്ഞ് പിന്നെ പോയാൽ മതി. എനിക്ക് തിരക്കൊന്നുമില്ല, നമുക്ക് നാളെ തന്നെ പോവാം. നാളെ ഞാൻ ലീവ് എടുക്കാന്ന് വിചാരിച്ച, പക്ഷെ കുഴപ്പമില്ല, പിന്നെ പോവാം. സജിയേട്ടന്റെ ഡ്യൂട്ടിയൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞ് പോവാം. നല്ല പണിയാണ്ടാ ചാൻസ്. ബിജി മോളെ, മോളെ ദാസേട്ടൻ വിളിച്ചല്ലേ, നമുക്ക് പോയേക്കാം. മാറിയിക്ക്. ചേട്ടനല്ലേ പറഞ്ഞ പിന്നെ പോവാന്ന്. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പോവാം, സമയമൊക്കെ കിട്ടുമ്പോ പോവാം. എന്നാ പിന്നെ ഞായറാഴ്ച പോയാലോ? ഞായറാഴ്ച പോവാം. അയ്യോ, ഞായറാഴ്ച ഫിലിപ്പേട്ടന്റെ മോളുടെ ബാമത്തീസ. ദാസേട്ടനാണോ വലുത്, ഫിലിപ്പേട്ടനാണോ വലുത്? നടക്കട്ടെ, തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോവാം. അല്ല, ഓഫീസിൽ എല്ലാരും കൂടി പോകാനുള്ള പ്ലാനറ്റോട് മാത്രം. ആ നടക്കട്ടെ, പിന്നെ പോവാം. മാമോദിസ വേണ്ട, നമുക്ക് ദാസേന്റെ അടുത്ത് പോവാം. ഞാനൊന്നും ആലോചിക്കട്ടെ. ഇനി എന്താ ആലോചിക്കാം, നമുക്ക് ദാസേന്റെ അടുത്ത് പോകണം. പോങ്ങോട്ട്. എന്റെ സുന്ദരിയാ. സജീവന് ഉച്ചക്കുള്ള ചോറെടുത്തോ മോളെ? അല്ലെങ്കിലും ചില ഹോട്ടലുകാർ ഞങ്ങൾക്ക് ഊണൊക്കെ ഫ്രീ തരാറുണ്ട്. അവരുടെ കടലിലെ മുന്നിൽ ബസ് നിർത്തുമല്ലോ. എന്നാ പിന്നെ കൊണ്ടുപോണ്ട, ഫ്രീ കിട്ടുന്നിടത്ത് കഴിച്ചോ. അല്ല, ഞാൻ പോവാണേ അമ്മ. ഈ ഹോട്ടലൊക്കെ കിട്ടുന്ന ആഹാരം എന്തിനു കൊള്ളാം? ആ പാവം രാവിലെ എഴുന്നേറ്റ് സജീവനെ കൊണ്ടുപോകാൻ ഫിഷ് മോളി ഉണ്ടാക്കിയതാ. അതിന് ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലോ അമ്മേ. കഷ്ടം.